വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാമാഅർത്ത് ഗ്ലോ സിറം ഫൗണ്ടേഷനുകളുടെ സ്വാച്ചസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള ഷെയ്ഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പാക്കേജ് നോക്കാം. ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഈ ഒരു ഫൗണ്ടേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് ക്യാപ്പൊക്കെ ആയിട്ട് ഇതിലൊരു അപ്ലിക്കേറ്റർ ഉണ്ട്. ഈ ഒരു അപ്ലിക്കേറ്റർ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു അപ്ലിക്കേറ്റർ കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 12 hours ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ 2x ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കേക്ക് ആയിട്ടിരിക്കുമോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുമോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ ഒരു സിറം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഫൗണ്ടേഷനാണ് ഈ ഫൗണ്ടേഷൻ. അപ്പോൾ 1 മുതൽ 7 വരെ ഷെയ്ഡുകളിലാണ് ഈ ഒരു ഫൗണ്ടേഷൻ വരുന്നത്. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്ത ഫൗണ്ടേഷൻ ആണെന്ന് പറയുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കവറേജിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫുൾ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷൻ അല്ല. എനിക്ക് ഫീൽ ചെയ്ത ഒരു മീഡിയം കവറേജ് തരുന്ന ഫൗണ്ടേഷനാണ്. സോ നമുക്കൊരു ഡെയിലി യൂസിന് പറ്റിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് വൈറ്റമിൻ സി ആൻഡ് ടേമറിക് ആണ്. സോ രണ്ടും എന്താ പറയുക സ്കിൻ ബ്രൈറ്റനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്വാച്ചസ് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് 01 ഐവറി ഗ്ലോ ആണ്. നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ലപോലെ ഫെയർ ആയിട്ടുള്ളവർക്ക് പറ്റിയ ഷെയ്ഡാണ് ആദ്യത്തെ ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് 02 ക്രീം ഗ്ലോ ആണ്. ഒരു യെലോയിഷ് അണ്ടർടോൺ ഉള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. ഇതും എനിക്ക് ഓക്കെയാണ് കേട്ടോ. ഈ സെക്കൻഡ് ഷെയ്ഡ് എനിക്ക് ഓക്കെയാണ്. പിന്നെ അടുത്തത് വന്നിട്ട് 03 ആണ്. ഇത് വന്നിട്ട് ന്യൂഡ് ഗ്ലോ ആണ്. ഒരു ന്യൂട്രൽ അണ്ടർടോൺ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതും എനിക്ക് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു പൊടിക്ക് ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് 04 സാൻഡൽ ഗ്ലോ ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. ഗോൾഡൻ അണ്ടർടോൺ ഉള്ളവർക്ക്. അടുത്തത് വന്നിട്ട് ഒരു ബേജ് ഗ്ലോ ആണ്. ബേജ് ഗ്ലോവും യെല്ലോ അണ്ടർടോൺ ഉള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. അടുത്തത് 06 ആൽമണ്ട് ഗ്ലോ ആണ്. ആൽമണ്ട് ഗ്ലോ എന്ന് പറയുമ്പം ഒരു ഓറഞ്ചിഷ് കൈൻഡ് ഓഫ് ആ ഒരു ഓറഞ്ച് അണ്ടർടോൺ ഉള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. പിന്നെ വന്നിട്ടുള്ളത് ലാസ്റ്റ് 07 ടോഫി ഗ്ലോ ആണ്. അത് മീഡിയം ടു ഡീപ്പർ ആയിട്ടുള്ള സ്കിൻ ടോണിന് പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് എന്താ പറയുക ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് 03 ഷെയ്ഡാണ്. അപ്പോൾ ഞാനൊരു ബ്രഷ് കൊണ്ടാണ് ഇതിപ്പം ബ്ലെൻഡ് ചെയ്യുന്നത്. ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ഫീലിങ്ങേ ഇല്ല. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അതുപോലെ ഹൈഡ്രേറ്റും ചെയ്യുന്നുണ്ട്. സോ അത് ഡ്രൈ സ്കിന്ന് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫൗണ്ടേഷനാണിത്. പ്ലസ് ഓയിലി സ്കിന്ന് ആർക്കും യൂസ് ചെയ്യാം. ഇത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു സിറം ബേസ്ഡ് ഫൗണ്ടേഷനാണ്. സോ നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫൗണ്ടേഷനാണ്. കേക്ക് ആയിട്ടിരിക്കില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കവറേജ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയം കവറേജ് ആണ്. സോ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു ഫൗണ്ടേഷനാണ്. ഇതിന് മേലെ നമുക്ക് കൺസീലറോ ബ്ലഷോ ഒക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം മാമാഅർത്തിൻ്റെ ഗ്ലോ മാറ്റിഫയിങ് ലൂസ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ സിയും അലോവേരയും ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ മേക്കപ്പിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൂസ് പൗഡറാണ്. നല്ലൊരു ഫിനിഷിങ് കിട്ടും. എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണ് ഓയിലി സ്കിന്നാണ്, ഒരുപാട് ഇങ്ങനെ ഫേസ് ഓയിലി ആവുന്നുവെങ്കിൽ ഇതുപോലുള്ള ലൂസ് പൗഡർ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് 1 ആണ്. ഷെയ്ഡ് നമ്പർ 1 ആണ് എടുത്തിരിക്കുന്നത്. യൂഷ്വലി ഞാൻ ഫൗണ്ടേഷന് മേലെ പൗഡർ അപ്ലൈ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ. മാമാഅർത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡാണ്. ആൻഡ് ദ പ്രൊഡക്ട്സ് ആർ ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ്. പിന്നെ ഓരോ തവണ നമ്മൾ മാമാഅർത്തിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ അവർ നമ്മുടെ ഓർഡറിനെ അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത ട്രീയോ ആയിട്ട് ലിങ്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എക്സാക്റ്റ് ജിയോ ലൊക്കേഷനും പിക്ചറൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരും. പിന്നെ മാമാഅർത്തിൻ്റെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും സെയിൽസും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏർലി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫിൽ മാമാഅർത്തിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമുക്ക് ഓൺലൈനിലൊക്കെയാണ് മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ കിട്ടാറുള്ളത്. ഇപ്പോൾ ഓഫ്ലൈനിലും ലഭ്യമാണ്, നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.